ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഇരട്ടി മധുരം. ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയായി ലോകചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിൽ നിന്നുള്ള പാപ്പ കത്തോലിക്ക സഭയുടെ തലവനായി പത്രോസിൻ്റെ പിൻഗാമിയായി ഉയർത്തപ്പെട്ട് 2025 ഓഗസ്റ്റ് 16 100 ദിവസങ്ങൾ തികയുന്നു. കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റാണ് ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ശേഷം കത്തോലിക്ക സഭയുടെ തലപ്പത്തേക്ക് ലിയോ 14 എന്ന നാമം സ്വീകരിച്ച് സഭയെ നയിക്കുന്നത്. സന്തോഷത്തിൻ്റെ ഈ അവസരത്തിൽ പോപ്പ് ലിയോ 14 സ്വന്തം സഹോദരൻ ജോൺ പ്രിവോസ്റ്റ് ഷിക്കാഗോയിലെ NBC ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പാപ്പയെക്കുറിച്ചുള്ള വളരെ വ്യക്തിപരമായ വെളിപ്പെടുത്തൽ നടത്തി. 2025 ഓഗസ്റ്റ് 16 കത്തോലിക്ക സഭയ്ക്ക് സന്തോഷത്തിൻ്റെ ദിനം. പത്രോസിൻ്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ പോപ്പ് ലിയോ 14 വലിയ ഇടയൻ്റെ സ്ഥാനം ഏറ്റെടുത്തിട്ട് ഓഗസ്റ്റ് 16 100 ദിവസങ്ങൾ തികയുന്നു. 2025 മെയ് 8 പുതിയ മാർപ്പാപ്പയ്ക്കായി കർദിനാൾ തിരുസംഘം കൂടിയ കോൺക്ലേവിൽ കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റ് മാധ്യമപ്രചരണങ്ങളെയും വ്യക്തിഗത പ്രവചനങ്ങളെയും തിരുത്തിക്കുറിച്ച് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതും ചരിത്രവിഗതികൾ മാറ്റിയെഴുതിക്കൊണ്ടാണ് അമേരിക്കൻ ഐക്യനാടായ ഷിക്കാഗോയിൽ നിന്നും ആദ്യമായി പത്രോസിൻ്റെ പിൻഗാമിയായി രംഗപ്രവേശം ചെയ്യുന്നത്. 100ാം ദിനാഘോഷവേളയിൽ ആഗോളതലത്തിൽ ലക്ഷോപലക്ഷം വരുന്ന കത്തോലിക്ക വിശ്വാസികളെ ക്രിസ്തുവിനു വേണ്ടി നേതൃസ്ഥാനത്തിരുന്ന് നയിക്കുന്ന ലിയോ 14 പാപ്പയെക്കുറിച്ചുള്ള ആരുമറിയാത്ത വ്യക്തിപരമായ ഉൾക്കാഴ്ചകൾ പങ്കുവച്ച് ലിയോ 14 പാപ്പയുടെ സഹോദരൻ ജോൺ പ്രിവോസ്റ്റ്, വളരെ ഭാരിച്ച ചുമതലയാണ് എൻ്റെ പ്രിയ സഹോദരൻ തൻ്റെ ചുമലിൽ വഹിക്കുന്നത്. അതേസമയം വളരെ ഗൗരവതരമായാണ് അദ്ദേഹം ഈ കർത്തവ്യം നിർവഹിക്കുന്നത്. പാപ്പയുടെ സ്വന്തം സഹോദരൻ ജോൺ പ്രിവോസ്റ്റ് പറഞ്ഞു വയ്ക്കുന്നു. ഒരേ സമയം സ്വാഭാവികമായും അതേസമയം പ്രാർത്ഥനയുടെ അരൂപി നിലനിർത്തിയുമാണ് ഇഹലോകത്തിലെ തൻ്റെ കടമ അദ്ദേഹം നിർവഹിക്കുന്നതും. സഭയാകുന്ന ക്രിസ്തുവിൻ്റെ യാനപാത്രത്തെ തൻ്റെ പേപ്പസിയുടെ ആദ്യ ദിനങ്ങളിൽ ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നതും ജോൺ പ്രിവോസ്റ്റ് കൂട്ടിച്ചേർക്കുന്നു. ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ടായിട്ടും പാപ്പ തൻ്റെ വ്യക്തിപരമായ ശീലങ്ങൾക്ക് മുടക്കം വരുത്തിയിട്ടില്ല. ജോഷ് വാർഡിൽ നിർമ്മിച്ച് പിന്നീട് ന്യൂയോർക്ക് ടൈംസ് ഏറ്റെടുത്ത വേർഡിൽ ആപ്ലിക്കേഷനിൽ ഇംഗ്ലീഷ് അക്ഷരമാലയ്ക്കൊപ്പം പഞ്ചാക്ഷരി കളിക്കുകയും തൻ്റെ സഹോദരങ്ങളും കൂട്ടുകാരുമൊത്ത് കുശലാന്വേഷണങ്ങൾക്ക് സമയം കണ്ടെത്തുകയും പാപ്പ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഔറേലിയോ പിസ്സ ഡ്രൈ ഐസ് ഉപയോഗിച്ച് ഷിക്കാഗോയിലെ പാപ്പയുടെ വീട്ടുകാർ പാഴ്സലായി അയച്ചു കൊടുത്തിരുന്നു. തനിക്ക് കരുതലോടെ പിസ്സ അയച്ചു തന്ന വീട്ടുകാരെ അതിശയിപ്പിച്ചുകൊണ്ട് പാപ്പ അവരെ വ്യക്തിപരമായി ഫോൺ വിളിച്ച് നന്ദി പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, നനച്ചിരിക്കാതെ ആകസ്മികമായുള്ള കുടുംബത്തിനുണ്ടായ പ്രശസ്തി പെട്ടെന്ന് ഉൾക്കൊള്ളാവുന്നതിലപ്പുറമായിരുന്നു. പാപ്പയുടെ അതേ മുഖച്ഛായ ഉള്ളതുകൊണ്ട് ആളുകൾ തന്നെ വേഗത്തിൽ തിരിച്ചറിയുന്നുണ്ട്. പാപ്പയുടെ ജ്യേഷ്ഠൻ ജോൺ പ്രിവോസ്റ്റ് പറഞ്ഞു വയ്ക്കുന്നു. 2025 മെയ് 8 തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പ മെയ് 18 2000ഓളം വർഷം പാരമ്പര്യമുള്ള വിശുദ്ധ പത്രോസിന്റെ നാമധേയത്തിലുള്ള ചത്തുരത്തിൽ ദിവ്യബലി അർപ്പിച്ച് തന്റെ പേപ്പസയ്ക്ക് തുടക്കം കുറിച്ച സന്ദേശത്തിൽ പറഞ്ഞുവെച്ചത് ഇപ്രകാരമായിരുന്നു: "It is the hour of love." ഇത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള സമയമാണ്. തൻ്റെ പരമോന്നത ശ്രേഷ്ഠ അധികാര പദവി ഭിന്നതയ്ക്ക് പകരം മുറിവുണക്കുന്നതായിരിക്കുമെന്നാണ് പ്രസ്തുത ഉദ്ധരണിയുടെ സാരാംശം. വിശുദ്ധ അഗസ്റ്റിനിൽ നിന്നും വിശുദ്ധ ഇരണൈവോസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയുടെയും സാമൂഹികതയുടെയും സഹായ സന്നദ്ധതയുടെയും സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഭാഷയാണ് പാപ്പ തൻ്റെ ജീവിതചര്യയാക്കി മാറ്റിയിരിക്കുന്നത്. പാരിസ്ഥിതിക ധാർമ്മിക ഉത്തരവാദിത്തങ്ങളിലും പാപ്പ ശ്രദ്ധാലുവാണ്. വത്തിക്കാനിലെ ആദ്യ സോളാർ പാനൽ ഉദ്ഘാടനം ചെയ്യുകയും പ്രകൃതി പശ്ചാത്തലമാക്കി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. സുപ്രധാന നയങ്ങളും പരിഷ്കരണങ്ങളും എടുക്കേണ്ടി വരുമ്പോൾ കർദിനാൾമാരോടും വത്തിക്കാനിലെ ഉദ്യോഗസ്ഥരോടും ഏറെ പര്യാലോചിച്ച ശേഷമാണ് പാപ്പ തീരുമാനങ്ങളെടുക്കുന്നത്. കാലാകാലങ്ങളായി തുടർന്നു കൊണ്ടുപോകുന്നതും എന്നാൽ ഒരിക്കൽ പലവിധ കാരണങ്ങളാൽ നിർത്തിവെക്കേണ്ടി വന്നതുമായ പല ആചാരാനുഷ്ഠാനങ്ങളും, പ്രത്യേകിച്ച് റെഡ് മൊസോട്ട, കോർപ്പസ് ക്രിസ്തി പ്രൊസഷൻ, പാലിയം കുർബാന മുതലായ അനുഷ്ഠാനങ്ങൾ പാപ്പ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. അതേസമയം ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പ പിന്തുടർന്നിരുന്ന പാരമ്പര്യങ്ങൾക്ക് ഭംഗം വരുത്താതെ മെത്രാന്മാർക്ക് പ്രയോഗത്തിലിരിക്കുന്ന പ്രാദേശിക ആചാരങ്ങൾ പിന്തുടരുവാനും നിയന്ത്രിക്കുവാനുമുതകുന്ന സഭയുടെ സിനഡാലിറ്റി കാത്തുസൂക്ഷിക്കുവാൻ പാപ്പയ്ക്ക് വീക്ഷണ ദൃഷ്ടിയുണ്ട്.
എല്ലാറ്റിനുമുപരിയായി പാപ്പ തന്നെ സമാധാനത്തിൻ്റെ വാക്താവായി അവതരിപ്പിക്കുകയും സംഘർഷബാധിത പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അക്രമങ്ങൾക്കെതിരെ സ്വരമുയർത്തുകയും ലോക നേതാക്കളുമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പാപ്പയുടെ വളരെ ശാന്തമായ ഭാവപ്രകടനങ്ങൾ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും തൻ്റെ സ്വന്തക്കാരെയും സുഹൃത്തുക്കളെയും വിളിക്കുകയും ചെയ്തും എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ എളിമയുടെ, നിരന്തര പരിശ്രമത്തിൻ്റെ, എല്ലാത്തിനുമുപരിയായി ശാന്തനായ ഇടയൻ്റെ ഭാവമാണ് ഈ 100 ദിനങ്ങളിലെ പേപ്പസിയിലൂടെ വെളിപ്പെടുത്തുന്നത്. ജ്യേഷ്ഠ സഹോദരനായ ജോൺ പ്രിവോസ്റ്റുമായുള്ള കൂടിക്കാഴ്ചയിലെ വിചിന്തനങ്ങൾ വിശ്വാസികളായ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പോപ്പ് ലിയോ 14 എന്ന വ്യക്തിത്വത്തിന് പിന്നിൽ സുദീർഘമായൊരു നാൾവഴിയുണ്ട്. സഹനങ്ങളുടെ, എളിമപ്പെടുത്തലുകളുടെ, സുഖദുഃഖ സ്നേഹ സമ്മിശ്രണങ്ങളായ വികാരവിചാരങ്ങളിലൂടെ ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് കുടുംബങ്ങൾക്ക് ഒരു സഹോദരനായും സഭാമക്കൾക്ക് വലിയ ഇടയനായും ലോകത്തിന് സമാധാനവും പ്രകാശവും നൽകേണ്ടവനായും അങ്ങനെ 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 ഈ ആദ്യ 100 ദിവസങ്ങളിലെ പേപ്പസി നമുക്ക് കാണിച്ചു തരുന്നത് ശബ്ദകോലാഹങ്ങൾ കൊണ്ട് ആജ്ഞാപിക്കുന്ന ഏകാധിപതിയെയല്ല, പിന്നെയോ ഒത്തൊരുമയ്ക്കും പ്രത്യാശയ്ക്കും പാരമ്പര്യത്തിനും ഈ വലിയ ഇടയൻ ലോകജനതയ്ക്ക് മുന്നിൽ സാക്ഷിയാകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു വച്ചിരിക്കുന്നത്: നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ.